ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വാട്ട് ഐ ഈറ്റ്സിൻ്റെ ഡേ ആണ്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുൾ അപ്പോൾ ഇതിനകത്ത് ഞാൻ കുക്കിംഗ് വീഡിയോയും കൂടെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. പഴം റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ ഷുഗർ ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുക്കുക. പഴം മധുരമുണ്ടെന്നുണ്ടെങ്കിൽ അത്രയും ചേർക്കണ്ട. പിന്നെ കുറച്ച് ഗീ, പിന്നെ അതുപോലെ തന്നെ അതിലേക്ക് കുറച്ച് ഇതുപോലെ ഫ്രോസൺ ആയിട്ടുള്ള കോക്കനട്ട് ആഡ് ചെയ്ത്. ഈ റെസിപ്പിയുടെ പേരൊന്നും എനിക്കറിയില്ല, പക്ഷേ ഇതൊരു ഹെൽത്തി ഫുഡ് തന്നെയാണ് കേട്ടോ. നെക്സ്റ്റ് അതിലേക്ക് ആഡ് ചെയ്തത് ഡേറ്റ്സും കാഷ്യൂനട്ട്സും അതുപോലെ തന്നെ കിസ്മിസും കൂടിയാണ് കേട്ടോ. എന്നിട്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ജസ്റ്റ് ഗീ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതിങ്ങനെ സ്പ്രെഡ് ചെയ്യണമെന്നൊന്നുമില്ല, അല്ലാണ്ടേ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ നമുക്കത് ഡിവൈഡ് ചെയ്യാനായിട്ട് എളുപ്പമായിട്ട് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. ഈ ഒരു പഴത്തിൻ്റെതും അതുപോലെ തന്നെ ടീ ബണ്ണ് എന്നാണ് കേട്ടോ ഇതിനെ പറയുക. അതിനകത്തുള്ള ക്രീമൊന്നുമില്ല, ജസ്റ്റ് ടീ ബണ്ണ് പോലെ ചായയിൽ മുക്കി കഴിക്കാൻ. അങ്ങനെ ഞങ്ങൾ ഇത് കഴിച്ചിട്ടാണ് കാറ്റീസത്തിന് പോയിട്ടുണ്ടായിരുന്നത്. കാറ്റീസം കഴിഞ്ഞ് വന്നപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്ക് കഴിച്ചതാണ് കേട്ടോ ഈ കാണിക്കുന്നത്. ദിവസം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല വിശപ്പും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ചിക്കൻ കറിയാണ്, ജസ്റ്റ് ചൂടാക്കി എടുക്കുന്നതാണ്. എന്നിട്ട് പിന്നെ ഉച്ചത്തേക്കിലേക്ക് ചോറായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ചോറും ഈ ചിക്കൻ കറിയാണ് കൂട്ടി കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ചിക്കൻ കറി ഞങ്ങൾ ഇങ്ങനെയല്ല ശരിക്കും വെക്കാറ്, പക്ഷേ ഇപ്രാവശ്യം ഇങ്ങനെ ഒരു വെറൈറ്റിക്ക് ഇങ്ങനെയാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. അതായത് ഈ ദോശയ്ക്കും അപ്പത്തിനൊക്കെ കഴിക്കുന്ന പോലത്തെ ഒരു കറിയാണ്, പക്ഷെ അത് ചോറിൻ്റെ കൂടി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ ലഞ്ച് ഇതായിരുന്നു, ചിക്കൻ കറിയും അതുപോലെ തന്നെ ചോറുമായിരുന്നു. അത് കഴിഞ്ഞ് 4 മണിക്ക് ഞങ്ങൾ എടുത്തതാണ് ഈ ഒരു ക്രീം ബണ്ണും ചായ. ശരിക്കും ഇതെല്ലാം മേടിക്കാറ് ഫ്രഷ് ആയിട്ടുള്ള ക്രീം ബണ്ണാണ് കിട്ടാനുള്ളത്, പക്ഷേ ഇന്നിപ്പോൾ അത് കിട്ടാത്തതുകൊണ്ടാണ് നമ്മളിത് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചായയും ക്രീം ബണ്ണും കഴിച്ച് 4 മണിയുടെ നമ്മുടെ ഫുഡ് ഇതായിരുന്നു. ഇങ്ങനെ ഇന്നും 4 മണിക്ക് ഇങ്ങനെ ക്രീം ബണ്ണൊന്നും ആവാറില്ല കേട്ടോ. പല പല ബിസ്ക്കറ്റോ അങ്ങനത്തെയൊക്കെയാണ്, അട അങ്ങനത്തെയൊക്കെയാണ് ഉണ്ടാക്കൽ. പക്ഷേ ഇന്നിപ്പോൾ ഈ ക്രീം ബണ്ണായിരുന്നു. അങ്ങനെ ഞാൻ എന്താ എല്ലാവർക്കുള്ള ചായയൊക്കെ ഇങ്ങനെ പകർത്തിക്കൊണ്ടിരിക്കും. അങ്ങനെ ഈ ചായയൊക്കെ പകർത്തി ഇനിയിപ്പോൾ നമ്മളൊരു ഇപ്പോൾ കറക്റ്റ് 4 മണിക്കൊന്നും അല്ല കേട്ടോ കുടിച്ച്, 5 മണിയൊക്കെ ആയിട്ടുണ്ട് ഈ ചായ കുടിക്കുന്ന സമയത്തേക്ക്. പുറത്ത് നല്ല മഴയായിരുന്നു കേട്ടോ. അത് കാരണം ഈ ചായ കുടിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖം ഉണ്ടായിരുന്നു. പിന്നെ മൺഡേ നാളെ അവധിയാണെന്നും പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ഞങ്ങൾ പതുക്കെയാണ് നല്ലോണം റെസ്റ്റൊക്കെ എടുത്ത് ഉച്ചയ്ക്ക് നല്ലോണം നേരത്തെയൊക്കെ കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിതാ വൈകിട്ടത്തേക്ക്, അതായത് ഡിന്നറിനുള്ള സെറ്റപ്പാണ് ഈ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതായത് ദോശയും ചിക്കൻ കറിയായിരുന്നു വൈകിട്ടത്തേക്ക് വെച്ചിട്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മളിത് രാവിലത്തെ മീലായിട്ടാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്, പക്ഷേ രാവിലത്തേക്ക് ആയപ്പോഴത്തേക്കും ഈ മാവ് അത്ര പൊന്തി വന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് രാവിലെ ഈ പഴത്തിൻ്റെ ഒരു സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ വൈകിട്ടത്തേക്ക് ദോശയും ഈ ചിക്കൻ കറിയും തന്നെ ആക്കാമെന്ന് വിചാരിച്ചു. ഈ മഴയത്ത് നല്ല ചൂടുള്ള ദോശ തിന്നാൻ നല്ല ടേസ്റ്റ് അല്ലേ. അങ്ങനെയാണ് നമ്മളിത് ഉണ്ടാക്കിയിട്ട് നല്ല ചൂട് ദോശയും ചൂടായിട്ടുള്ള ചിക്കൻ കറിയും കൂട്ടിയിട്ട് ആണ് നമ്മൾ വൈകിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ കുക്കിംഗ് ഞാൻ ചെയ്യണത്, എനിക്ക് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കിയിട്ട് അപ്പം തന്നെ കഴിക്കാൻ പറ്റും. ദോശ ഓരോന്ന് ചൂടും, അങ്ങനെ ഓരോന്ന് തന്നെ അപ്പം തന്നെ നമ്മൾ ചിക്കൻ കറി കൂട്ടി കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. സൈഡിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇനി ഉണ്ടാക്കുന്ന ദോശ അത്ര പെർഫെക്റ്റ് ഒന്നുമല്ല, കാരണം ഇതിൻ്റെ സർക്കിളും കാര്യങ്ങളൊന്നും അത്ര ശരിയൊന്നുമല്ല. പക്ഷെ എന്നാലും എങ്ങനെ ഉണ്ടാക്കിയാലും നമുക്ക് കഴിക്കാനുള്ളതാണല്ലോ. ഷേപ്പ് ഏതായാലും കുഴപ്പമില്ല, എങ്ങനെയായാലും നമ്മൾ കഴിക്കും. അങ്ങനെ ദോശ ഉണ്ടാക്കുന്ന സൈഡിൽ തന്നെ ഞാൻ ചിക്കൻ കറി സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അതിനകത്തേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് കുറുക്കിയെടുക്കാം കേട്ടോ. പുറത്ത് നല്ല ഇരുട്ടായിട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പം ഇത്തിരി മഴ കുറവാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. കുറച്ച് നേരത്തെ നല്ല മഴ. അവിടെ എങ്ങനെയാണ് ഈ ഒരു മഴയത്ത് വെള്ളമൊക്കെ കയറി എന്നുള്ളത് പറയാം. ഞങ്ങളുടെ അവിടെ റോഡിൻ്റെ അവിടെയൊക്കെ നല്ലോണം വെള്ളം ഉണ്ടായിരുന്നു. ഏകദേശം കാലിന് അത്യാവശ്യം നല്ല ഹൈറ്റിൽ വെള്ളം ഉണ്ടായിരുന്നു. അതായത് മുട്ടിന് അത്രയ്ക്കൊന്നുമില്ല കേട്ടോ, എന്നാലും നമ്മൾ അത്യാവശ്യം പാദം മുങ്ങുന്ന രീതിയിലൊക്കെ അത്യാവശ്യം വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ഈ വഴിയുടെ അവിടുത്തെ റോട്ടിലും. പിന്നെ മെയിൻ റോട്ടിലും അത്യാവശ്യം നല്ല വെള്ളം കയറി, കാനൊക്കെ ഇങ്ങനെ കവിഞ്ഞു പോകുന്നുണ്ടായിരുന്നു. പിന്നെ നാളെ അവധിയാന്ന് പറഞ്ഞപ്പോൾ അത്യാവശ്യം ഉഴപ്പലും ഉണ്ടായിരുന്നു. അങ്ങനെ ഇന്ന് വൈകിട്ട് പിന്നെ കറണ്ടും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പഠിക്കലൊക്കെ കുറച്ച് ഇതായിട്ടുണ്ടായിരുന്നു, കാരണം അന്ന് പഠിച്ചില്ല, കാരണം കറണ്ട് പോയി. പിന്നെ ഈ മഴയത്ത് ഇങ്ങനെ കിടന്നുറങ്ങാനും നല്ല രസമായതുകൊണ്ട് നേരത്തെ തന്നെ കിടന്നുണ്ടായിരുന്നു. ഇതിപ്പോൾ ഒരു ടെഡി ബെയറിൻ്റെ ഷേപ്പിലൊരു ദോശ ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കിയതാണ്. അങ്ങനെ അത് സക്സസ് ആയിട്ടോ. അങ്ങനെ നമ്മളിത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ കൂടെ നമുക്ക് കൂട്ടായിട്ട് കഴിക്കാനുള്ളത് രാവിലത്തെ അല്ല ഉച്ചക്കലത്തെ ചിക്കൻ കറി തന്നെയാണ്. അതിനകത്ത് ചിക്കൻ പീസൊക്കെ നമ്മൾ ഉച്ചയ്ക്ക് എടുത്തു. അപ്പോൾ വൈകിട്ടത്തേക്ക് ആയപ്പോഴത്തേക്കും ഉരുളൻകിഴങ്ങ് മാത്രമേ കേട്ടോ. അങ്ങനെ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളൊരു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറാണെന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. പിന്നെ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ മെഴുകുതിരിയും അങ്ങനെ കാണിക്കാറുണ്ടോ? അങ്ങനെ പ്രത്യേകിച്ച് ഞാൻ പണ്ടൊക്കെ ഇങ്ങനെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു, പക്ഷേ ഇപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഇങ്ങനെ ചെയ്യാനായിട്ട്. കൈ ചെറുതായിട്ടൊന്ന് ചൂടാവും. അപ്പോൾ അത്രയ്ക്കുള്ള വീഡിയോ. എല്ലാവരും സേഫായിട്ടിരിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. പിന്നെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.